ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പകര. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒന്ന് രണ്ട് സബ്ജക്റ്റുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ കളരിപ്പയറ്റിലൊക്കെ നമ്മൾ ഓരോ വടിവുകൾ പറയുന്നുണ്ട് അല്ലേ? മാർജാര വടിവ്, ഗജ വടിവ്, അങ്ങനെ പറഞ്ഞ് ഒരുപാട് വടിവുകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ആയോധന കലകളിലും ഉണ്ട് ഈ പറയുന്ന അതേ അനിമൽ ഫോംസ്. അപ്പോൾ ആ അനിമൽ ഫോംസ് ചെയ്യുന്ന സമയത്ത് ഏതൊരു സാധാരണക്കാരനും അത് ഇപ്പോൾ ഒരു മങ്കി സ്റ്റൈൽ കുങ്ഫുൽ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാൻ വലിയ പാടൊന്നും ഉണ്ടാവില്ല, കാരണം അതിൻ്റെ മൂവ്മെൻറ്റ്സ് വളരെ ക്ലിയർ ആയിരിക്കും. എന്നാൽ നമ്മൾ കളരിപ്പയറ്റ് ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ വിശദീകരിക്കേണ്ടി വരാം സാധാരണ ജനങ്ങളുടെ മുന്നിൽ. കളരിപ്പയറ്റ് അറിയാവുന്നവർക്കല്ല, സാധാരണ ജനങ്ങളുടെ മുന്നിൽ അത് അവതരിപ്പിക്കേണ്ടി വരും, പറയേണ്ടി വരും. അപ്പം അതിന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നുകിൽ നമ്മൾക്കത് നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് കൈകളിലേക്കോ മറ്റു ഭാഗങ്ങളിലേക്കോ എൻ്റെ തനിമയോടെ നിലനിർത്താൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അവർക്കത് കഴിഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻസ് നമുക്ക് കളരിപ്പയറ്റുണ്ട്, പക്ഷേ കുങ്ഫുൽ ചെയ്യുന്ന ചില മൂവ്മെൻറ്റുകൾ നമ്മൾ പറയേണ്ട കാര്യം, ഇപ്പോൾ ഒരു മങ്കി സ്റ്റൈലോ ടൈഗർ എന്നൊക്കെ പറഞ്ഞാൽ കൃത്യമായി മനസ്സിലാവും, സ്നേക്ക് ഫോം കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വ്യത്യാസം ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നുകിൽ നമ്മളതിൻ്റെ അഡ്വാൻസ് ചെയ്തിട്ടില്ല, ഒന്നെങ്കിൽ രണ്ടെന്ന് പറയുന്നത് ചൈനക്കാരായിട്ടുള്ള ആൾക്കാർ ഇതിനകത്ത് കൂടുതൽ റിസർച്ച് നടത്തിയിട്ടുണ്ടാവാം, അങ്ങനെ ആയിരിക്കും ചെയ്യുക. അപ്പം നമ്മുടെ ഇവിടെ അത്ര ഒരു മാറ്റം ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏകദേശം ഒരു ധാരണ ഇട്ടുണ്ടാവും. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം നമ്മൾ ഈ ആയുർവേദത്തിൽ പറയാറുണ്ട്, നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗം മുതൽ ഇവിടെ വരെയുള്ള ഭാഗം നമ്മൾ കഫസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള സ്ഥാനം പിത്തസ്ഥാനവും പിന്നീട് താഴേക്കുള്ള ഭാഗം വാതസ്ഥാനവും എന്നാണ് അറിയപ്പെടുന്നത്. ഇതുപോലെ തന്നെ ആയോധന കലയിലും ചില ഭാഗങ്ങളുണ്ട്. അപ്പം നമ്മുടെ മനസ്സിൻ്റെ സംഭരണശാലയാണ് ചിത്തം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ തലയുടെ ഭാഗത്ത് നമ്മൾ ചിതാകാശം എന്ന് വിളിക്കും. അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, മേഘങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ മഴ വരികയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുക. അതെപ്പോഴും ചഞ്ചലമാണ്, അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ നമ്മൾ ചിത്തത്തെ അങ്ങനെ വിളിക്കാൻ, ചിതാകാശം എന്ന് വിളിക്കാനുള്ള കാരണം. അപ്പം നമ്മുടെ തലയുടെ ഭാഗം, നെഞ്ചിൻ്റെ മുതലുള്ള ഭാഗത്തിൽ തലയുടെ ഭാഗം ചിതാകാശം, പഞ്ചഭൂതങ്ങളിൽ ആകാശമായും, ഇത്രയും ഭാഗത്ത് നമ്മുടെ വായുവിൻ്റെ സ്ഥാനം, മീൻസ് ശ്വാസം എടുക്കുന്നത് കൊണ്ട് വായുവിൻ്റെ സ്ഥാനമായും, ഈ ഭാഗത്ത് നമ്മൾ ആയോധന കലയിൽ ജലമായുമാണ് പറയുന്നത്. ഇത് പറയുന്നത് മറ്റുള്ളതുമായിട്ട് വ്യത്യാസമുണ്ട്, ആയുർവേദത്തിൽ പറയുന്നതായിട്ട് വ്യത്യാസമുണ്ട്, ആയോധന കലയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ചിതാകാശം ശ്വാസസ്ഥാനം എന്ന് പറയുന്നതിനാണ് വായുസ്ഥാനം എന്ന്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയുമ്പോൾ എന്താണ്, വായുസ്ഥാനം വയറായിട്ടാണ് പറയുന്നത്, വയറിൽ വായു കെട്ടി എന്നൊക്കെ പറയാം. അതല്ല ഉദ്ദേശിക്കുന്നത്. ശ്വാസം ഉള്ളത് കൊണ്ട് അതിനെ വായുസ്ഥാനമെന്നും വെള്ളം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ജലസ്ഥാനമെന്നും പറയും. ക്ലിയർ ആയിട്ട് പിടികിട്ടിയോ? അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിൽ നമ്മൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായൊരവസ്ഥ, അതായത് ഇപ്പോൾ ഒരു ജലം കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അഗാധതയിൽ ജലം കിടക്കുന്നെങ്കിൽ അവിടെ ഭയം ഉണ്ടാവും. കാരണം വെച്ചാൽ ഭയങ്കര ആഴമാണ്. അപ്പോൾ ആഴം കാണുമ്പോൾ നമ്മൾക്ക് ഒരുമാതിരി സാധാരണ ഒരാൾക്ക് ചാടാനും ഒക്കെ പേടിയുണ്ടാവും. അതുപോലെ തന്നെ വലിയൊരു സുനാമി വന്നാൽ എന്തായിരിക്കും പ്രശ്നം? അതിൻ്റെ ഒരു ആധിക്യമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡിലുള്ള അവസ്ഥയാണ് നമുക്ക് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. വ്യക്തമായി മനസ്സിലായല്ലോ? അപ്പോൾ ആ സുരക്ഷിതമായ അവസ്ഥ നിൽക്കുന്നതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ ഒരാൾ നമ്മുടെ വീട്ടിലിരുന്നാൽ അവൻ എന്തോ സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലം ഉണ്ടെന്നും എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് നമ്മൾ ധരിക്കുന്നത്. ഇനി അവൻ ഓവറായിട്ട് ഇതായതിന് ശേഷം അവൻ എന്ത് ചെയ്യുന്നു, ആൾക്കാരെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിക്കുന്നു. അപ്പം നമ്മൾ പറയാം അവൻ അതിൻ്റെ എക്സ്ട്രീമിലായി, പ്രശ്നത്തിലായി നമ്മൾ പറയില്ലേ? അപ്പോൾ ഇതിൻ്റെ രണ്ടിനെ ഇടയ്ക്കുള്ള ഒരു കാര്യമാണ് ജീവിതം. അപ്പോൾ ഇതിനെ കൂട്ടാനോ കുറയ്ക്കാനോ, താഴേക്ക് മൈനസ് ഡിഗ്രിയിലേക്ക് കൊണ്ടുപോകാനോ, മുകളിൽ നമ്മൾ ഈ പറയുന്ന എക്സ്ട്രീമിലേക്ക് കൊണ്ടുപോകാനോ പറ്റിയാൽ അത് നമുക്ക് പല കാര്യങ്ങളും ഭാവിയിലേക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇതിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഈ ജലസ്ഥാനത്തുള്ള ജലം തിളച്ച് മറിഞ്ഞാൽ അവിടെ ഉണ്ട് സോളാർ പ്ലെക്സസ് എന്ന് പറഞ്ഞ ചക്രയുണ്ട്. അപ്പോൾ സോളാർ എന്തായാലും സോളാർ സൂര്യൻ തന്നെയാണ്. അപ്പോൾ അവിടെ സൂര്യൻ്റെ ചൂട് കൊണ്ട് അവിടുത്തെ വെള്ളം തിളച്ച് മറിഞ്ഞാൽ ഈ വ്യക്തിയിൽ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാണ് അതിനെ സോളാർ പ്ലെക്സസ് ചക്ര അല്ലെങ്കിൽ നമ്മൾ മണിപൂരക ചക്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ബോധിധർമ്മ പോലുള്ള ആൾക്കാർ ചെയ്തത് ഇതിൻ്റെയൊക്കെ ബേസിലാണ്. ഇതാണ് അതിൻ്റെ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ചൂടുണ്ടാക്കാൻ പറ്റിയാൽ ഇവിടുത്തെ വെള്ളം തിളയ്ക്കുകയും ആളുടെ സ്ഥിരത മറിയുകയും ചെയ്യും. ചിതാകാശത്തിൽ മാറ്റം വരുത്താൻ പറ്റിയാൽ, കാർമേഘങ്ങളും കൊള്ളിയാനും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? അവൻ്റെ ചിന്തകളെ അവന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. ശ്വാസഗതിയെ നിയന്ത്രിക്കാൻ പറ്റാതെ വന്നാൽ എന്ത് പറ്റും? അത് വേറെ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും. അങ്ങനെ വന്നതുകൊണ്ടാണ് ആയോധന കലയിൽ ഇങ്ങനെയുള്ള ഇൻഡയറക്റ്റ് പ്രാക്ടീസസ്, വളരെ ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള പ്രാക്ടീസസ് ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല, ഇത് മാത്രമാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ഇത് വെച്ച് ഈ വീഡിയോ എങ്ങനെയൊക്കെയാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മനസ്സ് ആയോധന കലയിൽ എങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാനാവും. അതിനുവേണ്ടിയുള്ളതാണ് എൻ്റെ ഓരോ വീഡിയോസും. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.